ഇടുക്കി ജില്ലയിലെ CPIയുടെ ഏക മണ്ഡലമാണ് പീരുമേട്. കഴിഞ്ഞ 20 വർഷമായി മണ്ഡലം CPIയുടെ കയ്യിൽ തന്നെയാണ്. ഇത്തവണ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സലീം കുമാറാണ്. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ഞാൻ വിജയം കൈവരിക്കും. എങ്ങനെയുണ്ട് നിലവിൽ ഇവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യം? രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തെ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. നിലവിൽ ഈ പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ നിലവിൽ ഈ തൊഴിലാളികൾ എന്താണ് ആവശ്യം ഉന്നയിക്കുന്നത്? പ്രചരണഘട്ടത്തിന്റെ 3-ാം ഘട്ടം എന്ന നിലയിലുള്ള സ്ഥാനാർത്ഥി പര്യടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ 2 പഞ്ചായത്ത് ഒഴിച്ചുള്ള എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയായി. വലിയ ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ വോട്ടർമാർ സ്വീകരിച്ചത്. അമ്മമാർ, കൈക്കുഞ്ഞുങ്ങളുമായി വന്നിട്ടുള്ള അമ്മമാരടക്കം എല്ലാവരും വലിയ തോതിൽ വലിയ പങ്കാളിത്തത്തോടു കൂടി എന്നെ സ്വീകരിക്കുകയും എനിക്ക് വലിയ പിന്തുണ നൽകുകയും ആ പിന്തുണയെല്ലാം വലിയ വിജയപ്രതീക്ഷ, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുവാനുള്ള വിജയപ്രതീക്ഷ നൽകുന്ന പിന്തുണയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പീരുമേടിനെ സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ വിഷയങ്ങൾക്ക് ഗവൺമെൻറ് എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളെ സംബന്ധിച്ചും അവരുടെ മുമ്പിൽ കൃത്യമായിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ സന്തോഷവാരാണ്. കാരണം അവർ പറഞ്ഞത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ് ആണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ഇനിയുള്ള അവശേഷിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് തീർത്തു തന്നാൽ മതി എന്ന നിലപാടാണ് അവരെടുത്തത്. അതിന് 2 കാരണമാണുള്ളത്. ഒന്ന്, അവരുടെ ലയങ്ങൾ നവീകരിച്ച് അവരുടെ താമസ സൗകര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി 20 കോടി രൂപ അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള അതിൻ്റെ നടപടികൾ നടക്കുന്നതും. രണ്ടാമത്, തോട്ടം തൊഴിലാളികളുടെ ശമ്പളം 48 രൂപ ഈ ഗവൺമെൻറ് ഇപ്പോൾ 3-ാം വട്ടമാണ് ശമ്പളം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊടുത്തതും തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ് ആണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് അവർ പ്രതികരിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ജില്ലയിലെ CPIയുടെ മണ്ഡലമാണ്. ഇത്തവണ പാർട്ടി നിയോഗിച്ച ഒരു സ്ഥാനാർത്ഥി, എന്താണ് ആ ദൗത്യം പാർട്ടി തന്നപ്പോൾ തോന്നിയത്? വലിയ സന്തോഷമാണ്. പാർട്ടി എനിക്ക് തരുന്ന ഒരു വലിയ അംഗീകാരമല്ലേ. പാർട്ടിയും മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തരുന്ന വലിയൊരു അംഗീകാരമല്ലേ. ആ അംഗീകാരം മണ്ഡലത്തിൽ വോട്ടർമാർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷവാനാണ്. കാരണം ഞാൻ 42 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് വന്നെങ്കിലും ഞാൻ വളരെ ദരിദ്രമായൊരു കുടുംബത്തിൽ ജനിച്ചൊരു പീഡിക തൊഴിലാളിയായി വന്ന് അടിസ്ഥാനപരമായി കടന്ന തൊഴിലാളികളോടൊപ്പം ജീവിച്ച് അവരിൽ നിന്നും വളർന്ന് ഇവിടം വരെ എല്ലാവരുടെയും സ്നേഹവാത്സല്യം ഏറ്റുവാങ്ങിയാണ് ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നത്. ആ സ്നേഹവും വാത്സല്യവും ഇപ്പോൾ പീരുമേട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കുട്ടി വന്നപ്പോൾ എനിക്ക് കൂടുതലായി ലഭിച്ചു എന്നത് എനിക്ക് വലിയ സന്തോഷമാണ് അതിലുണ്ടായിട്ടുള്ളത്. ആ ചേർത്ത് പിടിക്കൽ എൻ്റെ വിജയപ്രതീക്ഷ വളരെ വളരെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ നിലവിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ഈ ജനങ്ങളുടെ കഷ്ട ദുഃഖങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി കാണുമല്ലോ. ഉറപ്പായിട്ടും എനിക്ക് ജില്ലയിലെ ആളുകളുടെ, കൃഷിക്കാരുടേതായാലും തൊഴിലാളികളുടെ ആയാലും വ്യാപാരി സമൂഹത്തിൻ്റെതാണെങ്കിലും മറ്റ് ഇതര മേഖലയിലുള്ളവരുടെ ആണെങ്കിലും എല്ലാ വിഷയങ്ങളും നേരിട്ട് അറിയാവുന്നതും ആ വിഷയങ്ങളിലെല്ലാം നേരിട്ട് അവരിൽ ഒരാളായി നിന്ന് അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കൺവീനർ എന്ന നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി ഒട്ടനവധി നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതെനിക്ക് എന്നെ ചേർത്ത് പിടിക്കുന്നതിനും എന്നെ സഹായിക്കുന്നതിനും എൻ്റെ വിജയം ഉറപ്പുവരുത്തുന്നതിനും കൂടുതൽ സഹായമായിട്ട് വന്നിട്ടുണ്ട്. നിലവിൽ UDF സ്ഥാനാർത്ഥികളടക്കം പറയുന്നത് ഇവിടെയുള്ള ഭൂപ്രശ്നങ്ങളിലും വന്യമൃഗശല്യയിലും LDF പരാജയപ്പെട്ടു എന്നുള്ളൊരു ആരോപണമല്ല ഉന്നയിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭൂപ്രശ്നം ആരാണ് ഭൂനിയമം കൊണ്ടുവന്നത്? കോൺഗ്രസ്. നടപ്പിലാക്കിയത് കോൺഗ്രസ്. ആ നിയമത്തെ ചോദ്യം ചെയ്തത് കോൺഗ്രസ്. കോടതിയിൽ പോയത് കോൺഗ്രസ്. ആ നിർമ്മാണ നിരോധനം അടക്കമുള്ള ഉത്തരവുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് കോൺഗ്രസ്. അത് ജില്ലയിലെ മലയോര കുടിയേറ്റ കൃഷിക്കാരുടെ ജീവിതത്തെ ബാധിച്ച പ്രശ്നമാണ്. അതിനാൽ ധീരമായി കേരളത്തിലെ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിശേഷിച്ചും കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി സഖാവ് രാജൻ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ആ നിയമം തന്നെ മാറ്റി ഈ ജില്ലയിലെ കൃഷിക്കാർക്ക് അനുകൂലമാകുന്ന തരത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമം പാസ്സാക്കുമ്പോൾ ഒരു എതിർ ശബ്ദവും ഉണ്ടായില്ലല്ലോ. കേരള നിയമസഭ ഏകകണ്ഠമായി ആ നിയമം പാസ്സാക്കിയില്ലേ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുള്ള തീരുമാനം എല്ലാവർക്കും ഗുണകരമാകുന്നതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം കൃഷിക്കാരെ ചേർത്ത് പിടിച്ച തീരുമാനമാണ്. ഇപ്പോൾ പുതിയ നിർമ്മാണ അനുമതി കൊടുക്കാനുള്ള തീരുമാനവും അനുകൂലമാണ്. വന്യമൃഗ ജീവിയുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുമ്പോൾ അതൊരു കേന്ദ്ര നിയമത്തിൻ്റെ മറവിലുള്ള ചില പ്രയാസങ്ങളാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്തുണ്ടായത്.
ആ നിയമത്തിന്റെ മറവിലുണ്ടാകുന്ന പ്രയാസങ്ങളാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കൊടുക്കാത്ത പോലെയുള്ള സംരക്ഷണവും ചേർത്ത് നിർക്കലും നഷ്ടപരിഹാരവും കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ. എന്നതുകൊണ്ട് ഒരു മനുഷ്യജീവന് വിലയില്ല എന്നല്ല, മനുഷ്യജീവനാണ് ഒന്നാമത്തെ വില. പക്ഷേ ആ മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധി നടപടികൾ കേരളത്തിലെ ഗവൺമെന്റും വനംവകുപ്പ് മന്ത്രിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. ഈ മണ്ഡലത്തിൽ MLA വിജയിച്ചു വന്നാൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വികസന തുടർച്ചയാണ് ഒന്നാമതായി ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. രണ്ടാമത് തോട്ടം തൊഴിലാളികൾക്ക് വീടും സ്ഥലവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കും. തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകൾ കോടതിയുമായി ബന്ധപ്പെട്ടത് സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർത്ത് അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. മൂന്നാമത്തെ കാര്യം, ഇവിടെ ടൂറിസം സാധ്യതയാണ് പീരുമേട് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പീരുമേടിലെ ഒരു ടൂറിസം ഹബ്ബായി മാറ്റിക്കൊണ്ട് വാഗമൺ അടക്കം തേക്കടി ഉൾപ്പെടെ പരുന്തുംപാറ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കൊടുക്കാനും കൂടുതൽ വിദേശികളും സ്വദേശികളുമായി ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനും അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാക്കുവാനാണ് മുൻകൈ എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CPIയുടെ ഒരു ഭരണ തുടർച്ച അവിടെ ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഏതായാലും അത്തരത്തിൽ തന്നെയാണ് CPIയുടെ ഒരു ഭരണ തുടർച്ച ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് K സലീംകുമാറിന്റെ ആത്മവിശ്വാസം. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.